ഫ്രണ്ട്സ്, വയനാട് ജില്ലയിലെ കൂടൽക്കടവ് ചെക്ക് ഡാം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അത് ടൂറിസ്റ്റ് മേഖലകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വയനാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് കാണാം കൂടൽക്കടവ്. ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് അപകടം പിടിച്ച കൂടൽക്കടവ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ കടവ് കാണുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ ഇറങ്ങുന്നതന്നെ പാടില്ല എന്നുള്ളതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ഒരാളോട് ചോദിച്ചു. അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതുവരെയൊക്കെ നമ്മൾ കാണാം. പിന്നീടുള്ള കാലത്ത്, അതായത് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു 38 കിലോമീറ്റർ ദൂരം, ഏകദേശം ഒരു 38 കിലോമീറ്റർ ഇവിടെ ദൂരമുണ്ട്. നല്ല ആയുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഇവിടെ ടൂറിസ്റ്റുകൾ വന്നാൽ ഈ ചാടുന്ന ഇവിടെ സ്റ്റെപ്പാണ്. ഇതിന് തൊട്ട് താഴത്ത് സ്റ്റെപ്പാണ്. വയനാട് ജില്ലയിൽ ഏറ്റവും മികച്ചൊരു ടൂറിസ്റ്റുകളെ പ്രധാനമായും വരുന്ന ഒരു സ്ഥലമായി മാറാൻ സാധ്യത വളരെ കൂടുതലുള്ള വയനാട് ജില്ല സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 37-38 കിലോമീറ്റർ ഓടിയാൽ ഇവിടെ എത്താൻ പറ്റും. ഈ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏകദേശം ഒരു ചാണ് വെള്ളം കൂടുതലാണ്. കാരണം ഇത് ഏകദേശം ഈ കെട്ടിനൊപ്പം വെള്ളമാകുമ്പോഴാണ് നമുക്ക് ഫാമിലിയായി വന്ന് നിൽക്കാം. കുട്ടികൾക്കും മക്കൾക്കൊക്കെ നല്ല എൻജോയ്മെൻറ്റാണ്. കാരണം അപകടമൊന്നുമില്ല. വെള്ളം കൂടുതലുള്ളൊരു സമയത്ത് മാത്രമേ അപകടം. അതിപ്പോൾ നമ്മൾക്കറിയാം, സാധാരണയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. വെള്ളം കൂടുതലുണ്ടാകുമ്പോൾ, മഴ കാലവർഷം കനക്കുമ്പോൾ എന്തായാലും അപകടങ്ങളുണ്ടാവും വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ കുറയാം, ഈ വെള്ളമൊക്കെ കുറയാം. ഏകദേശം നിങ്ങൾക്കറിയാം, നോക്കിയാൽ തന്നെ കാണാം ഒരു ചാണോളം വെള്ളം അധികമുണ്ട്. കറക്റ്റ് നോക്കിയാൽ അതിൻ്റെ ഒപ്പം കെട്ടിൻ്റെ ഒപ്പമാണെങ്കിൽ നല്ല രസമാണ്. ഒരു ദിവസം തന്നെ അടിച്ച് പൊളിച്ച് മക്കളെ കൊണ്ട് അടിച്ച് പൊളിച്ച് നമുക്ക് പോകാൻ പറ്റും. അങ്ങനത്തെ നല്ലൊരു സ്ഥലമാണ്. എല്ലാവരും വരിക, ഈ സ്ഥലങ്ങൾ കാണുക. നിങ്ങൾ വന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ സമയത്ത് ആരും ഇങ്ങോട്ട് വരണ്ട. കാരണം ഇപ്പോൾ വെള്ളം കൂടുതലാണ്. വെള്ളം കൂടുതലുണ്ടാകുമ്പോൾ എന്തായാലും അപകട സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു ചാട്ടിൽ നിന്ന് ഏകദേശം ഇവിടുന്ന് 1 മീറ്ററോളം ഇങ്ങനെ സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പിൽ ഇറങ്ങി കുളിക്കുക. അതായത് ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അതൊരു പാറയാണോ എന്താണെന്ന് അറിയില്ല. അത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചത്.